നമുക്കും വേണ്ടേ ഇരുലോക വിജയം കിട്ടുക? സ്വലാത്ത് ചൊല്ലിക്കോളി. സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാതെ സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. സ്വലാത്തിന്റെ കുറച്ച് ഗുണങ്ങൾ ഇന്നത്തെ ചെറിയ എപ്പിസോഡിൽ പറയാം, ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം. അള്ളാഹും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിയവരുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലും. അള്ളാഹു സുബ്ഹാനഹു തആല പാപം പൊറുക്കുകയും മലക്കുകൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ് മൊത്തത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ പാപം പൊറുക്കലും അമലുകൾ ശുദ്ധീകരിക്കാനും പദവി ഉയർത്തലും ഒക്കെ ഈ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. സ്വലാത്ത് ചൊല്ലിയവർക്ക് പാപം പൊറുക്കാൻ ആവശ്യപ്പെടലുണ്ടാവും, മലക്ക് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉഹുദ് മല പോലുള്ള പ്രതിഫലം രേഖപ്പെടുത്തി വെക്കും എന്നുള്ളതാണ്. ഉഹുദ് മല കണ്ടവർക്ക് അറിയാം അതിൻ്റെ വലിപ്പം എത്രയാണെന്നുള്ളത്. അപ്പൊ ഉഹുദ് മല പോലുള്ള പ്രതിഫലം അവന് രേഖപ്പെടുത്തി വെക്കും. ചൊല്ലുന്ന സ്വലാത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഹദിയ ചെയ്താൽ ഇഹത്തിൻ്റെയും പരത്തിൻ്റെയും, അതായത് ദുനിയാവിലെയും ആഖിറത്തിൻ്റെയും കാര്യം അവന് അല്ലാഹു സുബ്ഹാനഹു തആല സാധിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അതുപോലെ അടിമകളെ മോചിപ്പിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള ദോഷം മായ്ക്കുന്ന ഒരു കാര്യമാണ് സ്വലാത്ത് എന്നുള്ളത്. അതുപോലെ ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷ്യം വഹിക്കലും ശുപാർശയും പരലോകത്തുണ്ടാവും എന്നുള്ളതാണ്. നമുക്കൊരാളും സഹായിക്കാണ്ടല്ലോ, ആ സമയത്ത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ ഷഫാഅത്ത് നമുക്ക് കിട്ടണം, അർശിന്റെ തണൽ നമുക്ക് കിട്ടണം, ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണം. മഹ്ശറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ. സ്വലാത്ത് ധാരാളം ചൊല്ലുക. ബാക്കിയുള്ളത് അടുത്ത എപ്പിസോഡിൽ പറയാം. പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇൻഷാ